കോൺഗ്രസ് മാണി വിഭാഗം നേരെ യു ഡി എഫിലേക്ക് പോകും പോകില്ല എന്നുള്ള ഇതിൻ്റെ ഈ ഒരു ആലോചനകളുടെയൊക്കെ ഇടയിൽ ഇപ്പോൾ എ കെ ശശീന്ദ്രൻ മാണി വിഭാഗത്തെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് ശ്രീതയിൽ നടക്കുന്നത്? എൽ ഡി എഫിലെ രണ്ട് പ്രധാനപ്പെട്ട കക്ഷികളാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗവും അതോടൊപ്പം തന്നെ എൻ സി പിയുടെ മന്ത്രിയാണ് ശശീന്ദ്രൻ. ഇപ്പോൾ എൽ ഡി എഫിൽ മലയാളത്തിൽ പറഞ്ഞാൽ തമ്മിലടി രൂക്ഷമായിരിക്കുകയാണ്. രണ്ട് പാർട്ടികൾ തമ്മിലുള്ള തമ്മിലടിയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരള കോൺഗ്രസ് അറിയാമല്ലോ, എങ്ങനെയെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കി എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിലേക്ക് ചേക്കേറാനിരിക്കുമ്പോഴാണ് ഇവർ ആദ്യമായി വിമർശിക്കുന്നത് വനം വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്, വന്യജീവി പ്രശ്നങ്ങളാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം തന്നെ അവർ പറയുന്നത് അവരുടെ പ്രധാന വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് തന്നെ ഈ മലയോര പ്രദേശങ്ങളിലെ ക്രൈസ്തവ വിഭാഗമാണ്. ക്രൈസ്തവ വിഭാഗത്തിനെതിരിൽ നാം പരിശോധിക്കുകയാണെങ്കിൽ പിണറായി സർക്കാരുമായി ബന്ധപ്പെട്ട ഏറ്റവും അധികം വിമർശനമുള്ള രണ്ട് വകുപ്പ്, ഒന്ന് ആരോഗ്യ വകുപ്പും പിന്നീടുള്ളത് വനം വകുപ്പാണ്. ഇതിൽ രണ്ടിലുമാണ് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടും ഈ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ വനംവകുപ്പുമായി ബന്ധപ്പെട്ടും സാധാരണക്കാരായ ജീവൻ നഷ്ടപ്പെടുകയാണ്. അവിടെ നമ്മുടെ വീഴ്ച കൊണ്ടാണ് അവിടെ സംഭവിക്കുകയാണെങ്കിൽ ഈ വനംവകുപ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായി തന്നെ ഫണ്ടുകൾ മുതലാക്കില്ല. കാരണം ഈ ആന ഉൾപ്പെടെയുള്ള വന്യജീവികൾ ഇങ്ങോട്ട് വരുമ്പോൾ ഫെൻസിങ് ഉൾപ്പെടെ നിർമ്മിച്ച് അതിനെ തടയിടുവാൻ എന്തായാലും ഈ സർക്കാർ തയ്യാറാകുന്നില്ല. അവർ ഈ കെട്ടിടങ്ങൾ അൻവർ പണ്ട് പറയുമ്പോൾ ഈ പൈസകൾ കോടിക്കണക്കിന് രൂപ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുകയാണ്. അത് ഈ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് അവരുടെ കെട്ടിടങ്ങൾ മോടി കൂട്ടാനും വാഹനങ്ങൾ വാങ്ങാനും അടക്കമുള്ള രീതിയിലാണ് മുതലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഫണ്ടുകൾ കൃത്യമായി വിനിയോഗിക്കാനും ചെയ്യില്ല. എല്ലാ ഫണ്ടും ലാപ്സായി പോവുകയാണ് പല ഘട്ടങ്ങളിൽ നാം കണ്ടിട്ടുള്ളത്. ഈ ആനയും അതോടൊപ്പം തന്നെ മൃഗങ്ങളെ നമുക്ക് തടയാൻ കഴിയും. ഈ വനങ്ങൾക്കുള്ളിൽ തന്നെ ആ ജീവികൾ എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് കടന്നു വരുന്നത്? അത് പ്രധാനമായും നാം പരിശോധിക്കുകയാണ്. ജലമില്ല, അതോടൊപ്പം തന്നെ ഭക്ഷണമില്ല. ആ രീതിയിലാണ്, അതുകൊണ്ടാണ് അത്തരം ജീവികൾ കടന്നു വരുന്നത്. നാം കർണാടകയും അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ അവർ ഈ കാട്ടിനുള്ളിൽ തന്നെ ഈ വേനൽക്കാലങ്ങളിൽ കുളം കുഴിക്കും, അതിൽ അവിടെ വെള്ളം എത്തിക്കും, പിന്നീട് ഭക്ഷണം ഉൾപ്പെടെയുള്ള എന്താണ് ആ മൃഗങ്ങൾക്ക് ആവശ്യമുള്ളത് അവിടെ എത്തിക്കുകയാണ്. ആ രീതിയിൽ എന്താണ് കേരളത്തിന് മുന്നോട്ട് പോയാൽ ഈ കർണാടകയും അതോടൊപ്പം തന്നെ ഈ തമിഴ്നാടിനെയും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്രയും വലിപ്പം പോലും ഇല്ല. കുറച്ച് പ്രദേശങ്ങളിൽ മാത്രമേ ഇനി കാടുള്ളൂ, അല്ലാതെ മുഴുവൻ കയ്യേറി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇടുക്കിയുമായെല്ലാം ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ, ഇനി അവിടെ എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഇവിടെ വലിയ രീതിയിലുള്ള ഭൂമാഫിയ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ കാടുകൾ കയ്യേറി അവിടെ റിസോർട്ടുകൾ നിർമ്മിച്ച് ആ റിസോർട്ട് നിർമ്മിച്ചതിൻ്റെ ഫലമായാണ് വയനാട് ഉൾപ്പെടെയുള്ള ദുരന്തങ്ങൾ നാം മുന്നിൽ കാണുന്നത്. അങ്ങനെ നോക്കുമ്പോഴാണ് ഈ വനം വകുപ്പിനെതിരെ തന്നെ വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നു. ആ വിമർശനത്തിൻ്റെ ചുക്കാൻ പിടിച്ചാണ് ഈ കേരള കോൺഗ്രസും വലിയ രീതിയിൽ തന്നെ ഈ NCPയെ വിമർശിച്ചിരിക്കുന്നത്. ആ വിമർശനത്തിന് പിന്നാലെയാണ് കേരള കോൺഗ്രസ് UDFിലേക്ക് പോകുമെന്ന ചർച്ച തന്നെ ഉണ്ടാകുകയാണ്. ഈ കേരള കോൺഗ്രസിൻ്റെ ആ സംഘടനാ രീതി നമുക്ക് പരിശോധിച്ചാൽ അറിയാം. അവിടെ ജോസ് കെ മാണിയാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. പക്ഷേ ജോസ് കെ മാണി തുടർച്ചയായി പരാജയപ്പെടുകയാണ്, മന്ത്രിയാകാൻ കഴിയുന്നില്ല. ആ രീതിയിലുള്ള പ്രതിസന്ധി നിലനിൽക്കുമ്പോഴാണ് അദ്ദേഹം സ്വപ്നം കാണുന്നത് UDFിലേക്ക് പോയി അവിടെ ഒരു മന്ത്രിയായി മാറാമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷിച്ച. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലം പരിശോധിച്ചാൽ തന്നെ അറിയാൻ പറ്റും, ഈ UDFിൽ LDFിനോടൊപ്പം നിൽക്കുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ ലോക്സഭാ സീറ്റ് ഉൾപ്പെടെ നഷ്ടമായിരിക്കുകയാണ്. അവരുടെ ഈ സംഘടനയിൽ വലിയ രീതിയിലുള്ള ചോർച്ച ഉണ്ടാക്കുകയാണ്. അതെല്ലാം UDFിലേക്കാണ് പോകുന്നത്. UDFിൽ ജോസഫ് വിഭാഗമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലം പിടിച്ചത്. കോട്ടയം മണ്ഡലം പിടിച്ചെടുത്തിരിക്കുന്നത് ഈ കേരള കോൺഗ്രസിൻ്റെ ജോസഫ് വിഭാഗമാണ്. അതോടൊപ്പം തന്നെ ഈ കേരള കോൺഗ്രസുകളുടെ തട്ടകം, പ്രത്യേകിച്ച് മാണിയുടെ തട്ടകമായിരുന്ന പാല ഇപ്പോൾ ആരുടെ കയ്യിലാണ്? UDFിൻ്റെ കയ്യിലാണ്. ആ രീതിയിൽ തന്നെ അവർക്ക് തന്നെ മനസ്സിലാവും, LDFിനോടൊപ്പം നിൽക്കുകയാണെങ്കിൽ തങ്ങളുടെ സംഘടന തന്നെ ഇല്ലാതാകുമെന്നൊരു ഭയം അവരിൽ ഉള്ളിലുണ്ട്. പണ്ട് ഇത്തരം ഭയമുണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് RSP. ഇത്തരം ഭയം കൊണ്ടാണ് UDFിലേക്ക് പോകുന്നത്. അതുകൊണ്ട് അവർക്ക് ഇപ്പോൾ ഒരു MP എങ്കിലും ഉണ്ട്. അവിടെ പ്രേമചന്ദ്രനെങ്കിലും വിജയിക്കാൻ കഴിയുന്നുണ്ട്. ആ പ്രേമചന്ദ്രന് MLA ഇല്ല, MP ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പാർട്ടി പോകുമെന്ന ആശങ്ക കൊണ്ടാണ് അവർ മറുകണ്ഠം ചാടിയത്. ആ ആശങ്ക തന്നെയാണ് ഇപ്പോൾ കേരള കോൺഗ്രസിനും ഉണ്ടായിരിക്കുന്നത്. കേരള കോൺഗ്രസ് തുടർച്ചയായി തന്നെ പാർട്ടിക്കുള്ളിൽ ചർച്ചയാകുന്നുണ്ട്. പല കമ്മിറ്റികളും ഇപ്പോൾ അവരുടെ പ്രാദേശിക കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളും സംസ്ഥാന കമ്മിറ്റി യോഗങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ്. നമ്മുടെ പാർട്ടിക്ക് LDFിൽ നിന്ന് സംഘടനാപരമായി വളരാൻ കഴിയില്ല, അത് വലിയ രീതിയിൽ തന്നെ തകർച്ചയിലേക്ക് പോകും. ചിലപ്പോൾ അധികാരം കാണുമായിരിക്കും, അധികാരം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, പാർട്ടി ഒരു ഭാഗത്ത് തകർന്നുകൊണ്ടിരിക്കുകയില്ല. ആ സമയത്താണ് ഇവർ ഒരു കാരണം കണ്ടെത്തുകയാണ്.
ഈ വന്യജീവിയുമായി ബന്ധപ്പെട്ട്. അതോടൊപ്പം തന്നെ മാത്രമല്ല ഈ മലയോര കർഷകരുടെ പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ച് സഭകളിൽ നിന്ന് തന്നെ വല്ലാണ്ട് ഇത് വിമർശനം മാണിക്കെതിരെ ഉണ്ട്. കാരണം മാണിയെ വല്ലാണ്ട് അതിനുവേണ്ടി പുഷ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കാരണം UDF-ലേക്ക് പോകാൻ വേണ്ടി. കാരണം ഈ മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് വരിക സഭാ അധ്യക്ഷന്മാർ പ്രത്യേകിച്ച് മാണിയായിട്ട് അതിന്. പക്ഷേ ഇതിനകത്ത് 1-2 പേരാണ് ഇത്തരത്തിൽ പിണറായി വിജയന് വേണ്ടി അല്ലെങ്കിൽ പിണറായി സർക്കാരുമായിട്ട് ചേർന്ന് നിൽക്കുന്നത്. ഒരു പക്ഷേ ജോസ് കെ മാണിക്ക് ഉള്ളിൽ ചിലപ്പോൾ UDF-ലേക്ക് വരണമെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞോണം പെട്ടെന്നുള്ളൊരു നീക്കം ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ വരുന്ന തെരഞ്ഞെടുപ്പുകളെ സാരമായി ബാധിക്കുമെന്നുള്ളത് കൊണ്ടായിരിക്കും ഇപ്പോൾ അൻവർ എടുത്തിട്ട് അതേ ഇത് തന്നെ അടവ് തന്നെ ഇപ്പോൾ ജോസ് കെ മാണി പ്രയോഗിക്കുന്നത് അല്ലേ? അല്ല, സഭയെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അവരുടെ വിശ്വാസികളാണല്ലോ അധികവും മരണപ്പെടുന്നത്. ഈ വയനാടായാലും ഇടുക്കിയായാലും പാലക്കാടായാലും മലപ്പുറമായാലും തൃശ്ശൂരായാലും ജില്ലകളിലെല്ലാം ഈ കാട്ടാനകളും കടുവയെല്ലാം കൊലപ്പെടുത്തുകയാണ്. അവിടെ കൂടുതലും ഈ വിശ്വാസികളാണ്. അതുകൊണ്ട് തന്നെയാണ് സഭ കൃത്യമായി പ്രതികരിക്കുന്നത്. അതോടൊപ്പം തന്നെ കോടിക്കണക്കിന് രൂപ മുടക്കിയായിരിക്കും സാധാരണക്കാരായ ജനങ്ങൾ ഈ മലയോര പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നത്. അവരുടെ കൃഷിയെല്ലാം ഒറ്റ ദിവസം കൊണ്ട് തന്നെയാണ് ലക്ഷങ്ങളുടെ നഷ്ടം വരുന്നത്. ആനയെല്ലാം കൂട്ടത്തോടെ വന്ന് ഈ കൃഷി മേഖലയിലേക്ക് കടന്നു കയറുകയും അത് ചവിട്ടി മെതിച്ച് ഇല്ലാതാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങളിൽ ആദ്യം മുന്നിലെത്തുന്ന സഭയുടെ മുന്നിലാണ്. അതാണ് സഭ ഈ ജോസ് കെ മാണി വിഭാഗം വഴി ഈ CPM-ൽ എത്തിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ CPM ആണ്, CPM-നുള്ളിൽ തന്നെ ഈ മന്ത്രിക്കെതിരെ വലിയ രീതിയിൽ വിമർശനമുണ്ട്. വകുപ്പ് ഈ വനം വകുപ്പിനെതിരെ വിമർശനമുണ്ട്. കാരണം ഈ ആവശ്യപ്പെടുന്നത് ഈ നേതാക്കൾ തന്നെ CPM-ന്റെ നേതാക്കൾ തന്നെ ആവശ്യപ്പെടുന്നത് വനം വകുപ്പ് CPM ഏറ്റെടുക്കണമെന്നാണ്, ആ വകുപ്പ് ഏറ്റെടുക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. പക്ഷെ അതിനൊന്നും തയ്യാറാകാൻ മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ല. കാരണം മുഖ്യമന്ത്രിയുടെ ഒരു വിശ്വസ്തനും പ്രിയനുമാണ് ഈ ശശീന്ദ്രൻ. അതുകൊണ്ടാണ് അദ്ദേഹം പല കേസുകളിലും പ്രതിയാകുമ്പോഴും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി തിരിച്ചു കൊണ്ടുവരാൻ മുഖ്യമന്ത്രി ശ്രമിക്കുകയും അതോടൊപ്പം തന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടല്ലോ, പാർട്ടിക്കുള്ളിൽ തന്നെ ചേരിതിരിഞ്ഞ് പ്രശ്നമുണ്ടാകുകയും ഈ ശശീന്ദ്രനെ മാറ്റണമെന്ന് ശരത് പവാർ അടക്കമുള്ള നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹത്തെ മാറ്റാൻ ഈ പിണറായി വിജയൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് സഭ വലിയ രീതിയിൽ പ്രഷർ ഈ ജോസ് കെ മാണി വിഭാഗത്തിലേക്ക് ചെലുത്തുന്നത്. അദ്ദേഹം എന്തായാലും ജോസ് കെ മാണി വിഭാഗം കോൺഗ്രസിലേക്ക് പോവുകയാണെങ്കിൽ അത് കോൺഗ്രസിന് ഉപകാരമാണ്, കേരള കോൺഗ്രസിന് ഉപകാരം. പ്രത്യേകിച്ച് വലിയൊരു രൂക്ഷ വിമർശനമാണ് മാണിക്കെതിരെ നടത്തുന്നത്. കാരണം ഇത് എന്തുകൊണ്ട് പാർലമെന്റിൽ ഇത് ഉന്നയിച്ചുകൂടാ, എന്തിനാണ് ഇപ്പോൾ ഉന്നയിച്ചത് എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളാണ്. പക്ഷേ ഇത് ഇനിയിപ്പോൾ 8 മാസമേ ഉള്ളൂ, ഇനിയിപ്പോൾ അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് വരാൻ. ഇനി എന്ത് നടത്തുമെന്ന് ചോദിച്ചാൽ ഒന്നും നടത്താനില്ല. പക്ഷേ ഈ ഉന്നയിക്കുന്നത് മറ്റൊരു തന്ത്രമാണ് എന്നുള്ളത് CPM-ന് മനസ്സിലായിട്ടുണ്ടല്ലേ? അല്ല, CPM-ലെ ജോസ് കെ മാണിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. ഇത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയാണ് ഈ മന്ത്രി വർഷങ്ങളായി തന്നെ പറയുന്നത്. ഇവിടെ ആന ഇറങ്ങുന്നത് നിങ്ങൾ പോയി കേന്ദ്രത്തോട് ചോദിക്കുമെന്ന്. ആനയെ തടയാനുള്ള വകുപ്പാണ് അവർ നൽകുന്നത്, കോടിക്കണക്കിന് രൂപ നൽകുന്നത്. ശ്രീത് ആദ്യം പറഞ്ഞതുപോലെ ഈ കൃത്യമായിട്ട് ഓരോ കാര്യത്തിനും ഇപ്പോൾ ആരോഗ്യ വകുപ്പിനും എല്ലാം കേന്ദ്രം കൊടുക്കുന്നത് കൃത്യമായിട്ടുള്ള ഓഡിറ്റിങ്ങോ അല്ലെങ്കിൽ ഇത്ര രൂപ ചെലവഴിച്ചെന്നോ കൊടുക്കാതെ ഇരിക്കുമ്പോഴാണ് അവർ മൊത്തത്തിൽ അത് ക്യാൻസൽ ചെയ്യുന്നത്. ഇത് പക്ഷേ നമ്മുടെ കേരളത്തിലെ മിക്ക ജനങ്ങൾക്കും അറിയില്ല. കേന്ദ്രം കൊടുക്കുന്നുണ്ട്, പക്ഷേ ഇത് ഇപ്പം ഞാൻ ശ്രീത്തിന് ഇത്ര രൂപ തന്നിട്ട് പറയാം ശ്രീത്ത് ഇന്ന സാധനങ്ങൾ വാങ്ങിക്കണം എന്ന് പറയാതെ പകുതി സാധനം വാങ്ങിയിട്ട് അത് എത്ര രൂപയായെന്ന് പോലും എൻ്റെ അടുത്ത് പറയാതിരുന്നാൽ ഞാൻ അടുത്തതിന് തരുമോ? തരില്ല. അല്ല, മറ്റൊരു കാര്യമുണ്ട്, ഈ കൊടുത്ത പണം ചെലവാക്കില്ല, അതും ഒരു വർഷം കഴിയുമ്പോൾ അതിന്റെ കാലാവധി നഷ്ടമാവുകയാണ്, അവർക്ക് നഷ്ടമാവുക. കാരണം ഈ മന്ത്രിമാരുടെ ലക്ഷ്യം എങ്ങനെയാണ്? ഒരു 5 വർഷത്തെ ലോട്ടറി അടിച്ചു അതെങ്ങനെയെങ്കിലും ജീവിച്ച് തീർക്കണമെന്നാണ് ഇതിലെ പല മന്ത്രിമാരുടെ ലക്ഷ്യം. അത് വീണ ജോർജ് ആയാലും നമുക്കറിയാം. വീണ ജോർജുമായി ബന്ധപ്പെട്ട് ഈ CPM-നുള്ളിൽ തന്നെ വിമർശനമുണ്ട്. അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തിന് വർദ്ധിപ്പിക്കാനാണ് ഈ പണം ഉപയോഗിക്കുന്നത്. പക്ഷെ ആ രീതിയിലേക്ക് വിമർശനങ്ങളെ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ട്. അങ്ങനെ നാം എടുത്തു നോക്കിയാൽ മന്ത്രിമാരിൽ പലരും ഇങ്ങനെയാണ്, ഒരു 5 വർഷത്തെ ലോട്ടറി അടിച്ചു എങ്ങനെയെങ്കിലും ഇരുന്ന് മുന്നോട്ട് പോയി. അതെ, ഞങ്ങൾക്ക് എന്ത് നേടണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് ഈ പിണറായി 2ാം സർക്കാരിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയും. ആദ്യകാലങ്ങളിൽ ഇപ്പോൾ ശൈല ടീച്ചറായാലും ജനകീയമായ സുധാകരൻ ഉൾപ്പെടെയുള്ള പല ജനകീയ മന്ത്രിമാരെ ഉയർത്തിക്കൊണ്ടുവരാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഈ കാലത്ത് അവർക്ക് സാധിച്ചിട്ടില്ല, അവർക്ക് കൃത്യമായി ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ ഫലമായാണ് ഈ പാർട്ടി വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയും ഇത്തരത്തിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുന്നത്. ആ ഭരണവിരുദ്ധ വികാരം തന്നെയായിരുന്നു 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതും. ആ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഈ കോൺഗ്രസ് ജയിച്ചിരിക്കുന്നത് മണ്ഡലങ്ങളുടെ ഈ ശതമാനം ഭൂരിപക്ഷം എടുത്തു നോക്കിയാൽ എല്ലാ മണ്ഡലങ്ങളിലും 1 ലക്ഷം 2 ലക്ഷത്തിലധികം വോട്ടാണ്. ഇപ്പോൾ കണ്ണൂരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയായി അറിയപ്പെടുന്ന കണ്ണൂരിൽ പോലും സുധാകരൻ ജയിച്ചിരിക്കുന്ന 1 ലക്ഷത്തിലധികം വോട്ടിനാണ്. അത് തന്നെയാണ് സമീപമായ കാസർഗോഡ് ഉൾപ്പെടെ സംഭവിച്ചിരിക്കുന്നത്. ഈ പാർട്ടിയിൽ എന്തായാലും ഈ അവസാന ഘട്ടത്തിലേക്കുള്ള ഒരു തയ്യാറെടുപ്പാണ് ജോസ് കെ മാണി നടത്തുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. 2 പാർട്ടികളും തമ്മിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഈ സംഘർഷം രൂക്ഷമായിരിക്കുകയാണ്. അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് ചിലപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം
മാണി വിഭാഗം UDF-ലേക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കടന്നു വരികയാണെങ്കിൽ കോൺഗ്രസിന് അത് വലിയ രീതിയിൽ ഗുണം ചെയ്യും. പ്രത്യേകിച്ച് മധ്യ കേരളത്തിലാണ്, മധ്യ കേരളമായ കോട്ടയത്ത് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് അവർക്ക് കൂടുതൽ MLA-മാരെ സ്വന്തമാക്കാൻ കഴിയും. പക്ഷേ ഭരണത്തിലേറാൻ കഴിയുമോ എന്ന് സംശയമാണ്. എന്നാലും ഈ കേരള കോൺഗ്രസ് വിചാരിച്ചാൽ ഒരു 7-8 സീറ്റുകളിൽ വിജയിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ പല സീറ്റുകളിൽ വിജയിപ്പിക്കാൻ കഴിയും. ആ സംഘടനാ ബലം ഇപ്പോഴും ആ പാർട്ടിക്കുണ്ട്. ആ സംഘടനാ ബലം തകരാതിരിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് ഇപ്പോൾ കേരള കോൺഗ്രസ്.